الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنة مستقرا ومقاما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, കാരുണ്യവാനായ റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും സമ്പൂർണമായി ജീവിതത്തിൽ പകർത്തി ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ഇബാദുർ റഹ്മാൻ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന അതിപ്രധാനമായ മൂല്യങ്ങൾ കഴിഞ്ഞ 11 ഖുത്ബകളിലായി 12ഓളം വിഷയങ്ങൾ ആ വിഷയകമായി നാം മനസ്സിലാക്കുകയുണ്ടായി. ഖുർആനിലെ സൂറത്ത് ഫുർഖാനിൻ്റെ 63-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു വിശദീകരിക്കുന്ന ഈ ഗുണങ്ങളിൽ 13-ാമത്തെ ഗുണമായി റബ്ബ് എടുത്തു പറയുന്നത് വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. അവരുടെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആ അടിമകൾ റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്തതികളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, സൂക്ഷ്മാലുക്കളായി ജീവിക്കുന്ന ആളുകൾക്കുള്ള മാതൃകളാക്കി നേതാക്കളാക്കി നീ ഞങ്ങളെ മാറ്റുകയും ചെയ്യണമേ എന്നുള്ളത്. 3 കാര്യങ്ങളാണ് ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. 1 ഇണകളുമായുള്ള ബന്ധം, 2 സന്തതികളുമായുള്ളത്, 3 മുത്തഖീങ്ങൾക്ക് ഇമാമുകളായി മാറ്റണം എന്നുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളായ പൂർവികരായ പണ്ഡിതന്മാർ എന്താണ് ഇതിൻ്റെ ആകത്തുകയായി അടങ്ങിയത് എന്ന് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സമാധാനം നിർണയിക്കുന്ന നിശ്ചയിക്കുന്ന അതിപ്രധാനമായൊരു ഘടകമാണ് ഇണയും സന്തതികളും എന്നുള്ളത്. സമ്പത്തോ സുഖസൗകര്യങ്ങളോ എത്രയേറെ ഉണ്ടെങ്കിലും തൻ്റെ കൂടെ കഴിയുന്ന ഇണ തനിക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ളതായി കഴിഞ്ഞാൽ ഭൗതികമായി എന്ത് നേട്ടങ്ങൾക്ക് അയാൾക്കുണ്ടെങ്കിലും അയാൾക്കൊരിക്കലും സമാധാനം ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദുആകളിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സൗജിൻ തുശയ്യിബുനി ഖബ്ലൽ മശീബ. അല്ലാഹുവേ, വാർദ്ധക്യം വരുന്നതിന് മുമ്പ് എനിക്ക് വാർദ്ധക്യം വരുത്തുന്ന
ഒരു ഇണയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അഥവാ ഉള്ള പ്രായത്തിലുപരി ഒരാളെ വാർദ്ധക്യ അവസ്ഥയിലേക്ക് എത്തിക്കാൻ, അതാണാകട്ടെ പെണ്ണാകട്ടെ, തൻ്റെ ഇണ മതിയാകും. മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോൾ, ജീവിതത്തിലെ സ്വസ്ഥതകൾ നഷ്ടപ്പെടുമ്പോൾ അത് തീർച്ചയായും അയാളിലേക്ക് വാർദ്ധക്യം അയാൾ അറിയാതെ കടന്നു വരുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് ഇണകളിലെ കൺകുളിർമ എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ രണ്ട് ലോകത്തെയും സൗഭാഗ്യത്തിന്, വിജയത്തിന് അനിവാര്യമായ കാര്യമാണ്. അള്ളാഹു മനുഷ്യന് നൽകിയ അതിപ്രധാനമായ റബ്ബിന്റെ അനുഗ്രഹമാണ് ഇണ. മുമ്പുള്ള പല ഖുതുബകളിൽ ആ വിഷയം വിശദമായി നാം മനസ്സിലാക്കിയിട്ടുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. നിർവൃതി കൊള്ളാൻ, നിങ്ങൾക്ക് സമാധാനം നേടാൻ ഇണയെ നൽകിയത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് സൂറത്ത് റൂമിലെ റബ്ബ് എടുത്തു പറയുന്നുണ്ട്. ആ സൗഭാഗ്യം, ഇണകൾ കൺകുളിർമയായി മാറാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനം സ്നേഹമാണ്. ഇണകൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാകണമെങ്കിൽ മനഃശാസ്ത്രം ഉപയോഗിക്കുന്ന അൺകണ്ടീഷണൽ ലവ്, പരിധിയില്ലാത്ത, വ്യവസ്ഥയില്ലാത്ത സ്നേഹം, അത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഇപ്രകാരമാണ്: ഹബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ അന്നിസാഉ വത്തീബു വജുഇല ഖുർറതു ഐനി ഫിസ്സലാത്ത്. അല്ലാഹു എനിക്ക് നൽകിയ, എനിക്ക് റബ്ബ് ഏറ്റവും പ്രിയപ്പെട്ടതാക്കിയത്, ദുനിയാവിൽ എനിക്ക് അതിയായ ഇഷ്ടമുണ്ടാക്കിയ കാര്യം ഒന്ന് സ്ത്രീയാണ്. ഇണയോടുള്ള സ്നേഹം അതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അലങ്കാരമാണ്. അത് ആസ്വദിക്കാൻ സാധിക്കണം. രണ്ട്, വത്തീബ്, സുഗന്ധത്തോടുള്ള ഇഷ്ടം. അതേപോലെ മൂന്നാമത്തേത് റസൂൽ പറയുന്നു, വജുഇല ഖുർറതു ഐനി ഫിസ്സലാത്ത്. നമസ്കാരത്തിൽ അള്ളാഹു എനിക്ക് കൺകുളിർമ നൽകിയെന്ന്, അത് റബ്ബ് എനിക്ക് നൽകിയ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ജീവിതത്തിൽ എന്ത് കാര്യവും നിസ്കാരം കൊണ്ട് മറന്നുപോകുന്ന അത്ര നിസ്കാരത്തിൽ കൺകുളിർമ, ആനന്ദം ലഭിക്കുന്ന ഒരവസ്ഥ. ഇത് മൂന്നും എന്റെ റബ്ബ് എനിക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കും അങ്ങനെയാകണം. ഇണ ഏറ്റവും പ്രിയപ്പെട്ടതാകണം. അതിന് പരിധിയില്ലാത്ത സ്നേഹം കൈമാറാൻ സാധിക്കണം. രണ്ട്, മുആമലത്താണ്, പെരുമാറ്റത്തിന്റെ കാര്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പ്രകാരം കാണാം: അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖൻ വഖിയാറുഹും ഖിയാറുഹും ലിനിസാഇഹിം. നിങ്ങളിൽ, പുരുഷന്മാരിൽ വിശ്വാസത്തിന്റെ പൂർത്തീകരണം നേടിയവൻ ആരാണ്? നല്ല സ്വഭാവമുള്ളവനാണ്. നിങ്ങളിൽ ഏറ്റവും മാന്യൻ തന്റെ ഇണയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. പലപ്പോഴും എക്സ് മുസ്ലിം, പലപ്പോഴും ഇവിടെ പറയാറുള്ള പോലെ ബാക്കിയുള്ളതിലൊന്നും എക്സ് ഇല്ല, മുസ്ലിങ്ങളിൽ മാത്രമേ എക്സ് ഉള്ളൂ. എക്സ് മുസ്ലിമുകളായ ആളുകളൊക്കെ വലിയ ആരോപണമായി എടുത്തു പറയാറുള്ള ഒരു കാര്യമാണ്, ആണിൻ്റെതായ ഒരു മേധാവിത്വമുള്ള മതമാണ് ഇസ്ലാം. കാരണം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് ഹൗറുകളെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏത് വിഷയം പറയുന്നിടത്തും ഒരു പുരുഷ കേന്ദ്രീകൃതമായ അവസ്ഥ. വിവരക്കേട് കൊണ്ടാണ്. രണ്ട് കാര്യവും, ഇണയുടെ വിഷയം പറഞ്ഞിടത്തും ഇത് രണ്ടും പരിശുദ്ധ പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷനോട് പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും മാന്യൻ ആരാണ്? തന്റെ ഇണയോട്, തന്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഇബ്നു മാജാ റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസ് റസൂലിന്റെ വാക്ക്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തന്റെ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വ അന ഖൈറുക്കും ലി അഹ്ലി. ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നതാണ്. അപ്പൊ ഒരു പുരുഷന്റെ മാന്യതയുടെ മാനദണ്ഡം അളക്കുന്നത് തന്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയിട്ടാണ്. ഇതിന്റെ മറുവശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ. ഒരു സ്ത്രീ അവൾ 5 വക്തും കൃത്യമായി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, വസ്വാമത്ത് ഷഹ്റഹ, റമദാൻ മാസം അവൾ കൃത്യമായിട്ട് നോമ്പ് നോൽക്കുകയും ചെയ്യുന്നെങ്കിൽ, വഹഫിളതു ഫർജഹ, അവൾ തന്റെ ഗുഹ്യാവയവം കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് പാതിവ്രതം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അതോടൊപ്പം വഅതാഅത് സൗജഹ, അവൾ തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഖീല ലഹാ, അവളോട് പറയപ്പെടുന്ന ആളെ പരലോകത്ത് വെച്ച്, ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്ന ശിഅ്തി, സ്വർഗ്ഗത്തിന് ഒരുപാട് വാതിലുണ്ട്, അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചൊരു സ്ത്രീയോട് അവിടെ വെച്ച് പറയപ്പെടും, നീ ആഗ്രഹിക്കുന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കയറിക്കൊള്ളൂ എന്ന് അവളോട് കൽപ്പിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പൊ നമസ്കാരത്തിന്റെ കൂടെ, നോമ്പിന്റെ കൂടെ, ഗുഹ്യാവയവം സൂക്ഷിക്കുന്നതിന്റെ കൂടെ ഭർത്താവ്
മാതാപിതാവിനോടുള്ള അനുസരണത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പൊ പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹം പങ്കിട്ട് ഒരാഘോഷമായി ആനന്ദമായി മുന്നോട്ടു പോകേണ്ടതാണ് ഇണകളുടെ ജീവിതം. അവിടെ മറക്കേണ്ടതുണ്ടാകും, പൊറുക്കേണ്ടതുണ്ടാകും, ചിലത് കണ്ടില്ലെന്ന് നടിക്കേണ്ടതുണ്ടാകും, ചിലത് ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് സ്നേഹപൂർവ്വം ഉപദേശിക്കേണ്ടതൊക്കെ ഉണ്ടാകും. അതൊക്കെ മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും നീങ്ങിയാൽ ഒരു പട്ടുമെത്ത പോലെ ആ ജീവിതം ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ ശ്രദ്ധിക്കുന്നതോടൊപ്പം സൂക്ഷിക്കുന്നതോടൊപ്പം അങ്ങനെയായി മാറാൻ എന്തുണ്ടാകണം? നിരന്തരമായ പ്രാർത്ഥനയുണ്ടാകണം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ അതുപോലെ വദുരിയാത്തിന, സന്തതികളിലും ഖുർറത്തഅ്യുൻ, കൺകുളിർമയുണ്ടാകണം. അപ്പൊ ഇത് രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്, മനസ്സറിഞ്ഞുകൊണ്ട് പെരുമാറുക എന്നുള്ളത്. രണ്ടാമത്തെ ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് സന്താനങ്ങളിലെ കൺകുളിർമയാണ്. അത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നാം മനസ്സിലാക്കിയ പോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള് യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ വയജഅലു മൻ യശാഉ അഖീമ. ആകാശഭൂമികളുടെ അധികാരം മുഴുവൻ റബ്ബിനാണ്. റബ്ബിന്റെ നിശ്ചയമനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. ആ റബ്ബ് നിങ്ങളിൽ ചിലർക്ക് ആൺമക്കൾ നൽകും, ചിലർക്ക് പെൺമക്കൾ നൽകും, ചിലർക്ക് ആൺമക്കളെയും പെൺമക്കളെയും നൽകും, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ വന്ധ്യരാക്കി മാറ്റുകയും ചെയ്യും. റബ്ബിന്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ്, റബ്ബിന് മാത്രം സാധിക്കുന്നതാണ് സന്താനങ്ങൾ നൽകുക എന്നത്. അതുകൊണ്ട് സന്താനം ലഭിച്ചിട്ടുള്ളവർ അള്ളാഹുവിന്റെ ഔദാര്യമാണത്, റബ്ബ് എനിക്ക് നൽകിയൊരു പാരിതോഷികമാണിത്, അള്ളാഹുവിന്റെ ഇഷ്ടം എൻ്റെ മക്കളിലൂടെ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കണം എന്ന ആഗ്രഹത്തോടും ആ പ്രാർത്ഥനയോടും കൂടിയാകണം സന്തതികളെ കൈകാര്യം ചെയ്യേണ്ടത്. അവരുടെ പ്രായ വ്യത്യാസത്തിനനുസരിച്ച സ്വഭാവ വൈജാത്യങ്ങളെ തിരിച്ചറിയണം. ബാല്യകാലത്തിലുള്ള മക്കളാകുമ്പോൾ ബാല്യത്തിൻ്റെതായ പെരുമാറ്റങ്ങൾ ഉണ്ടാകും. അവിടെ മാതാപിതാക്കൾക്ക് ഏറ്റവും ആവശ്യം ക്ഷമയാണ്, സഹനമാണ്. ശാപവാക്കുകൾ വന്നു പോകാതെ, അധിക്ഷേപിക്കുന്ന രൂപത്തിൽ പെരുമാറാതെ, കുട്ടിത്തത്തിന്റെ പ്രത്യേകതകളും സവിശേഷതകളും തിരിച്ചറിഞ്ഞ് നമ്മൾ സാധാരണ മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കാറുള്ള പോലെ കുട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ ആ കുട്ടിയായി മാറാൻ, കുട്ടിത്തത്തോടുകൂടി പെരുമാറാൻ മാതാപിതാക്കൾക്കും സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. എമ്പതി എന്ന് മനഃശാസ്ത്രം ഉപയോഗിക്കുന്ന വാക്ക്. നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കണം. റസൂലുള്ളാഹി അങ്ങനെയാ കാണിച്ചു തന്നത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും തന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവരെ പുറത്തിരുത്തി ആന കളിക്കുന്ന കുട്ടികളിൽ ഒരുവനെ പോലെ പെരുമാറുന്ന നിലക്ക് ആ തലത്തിലേക്ക് എത്തിച്ചേരുക. കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരോടുള്ള നിലപാടുകളിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമായി വരും. കാരണം കുട്ടികളിൽ നെഗറ്റീവ് മെന്റാലിറ്റി, നിഷേധാത്മക സമീപനങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ്. ഞാനാണ് ശരി, ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതുമാണ് ശരി എന്ന നിലപാടുണ്ടാകുന്നവരാണ്. മാതാപിതാക്കളിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്ന സന്ദർഭമാണ്. അവിടെ കൂട്ടിപ്പിടിക്കൽ, ചേർത്തുപിടിക്കൽ എല്ലാം ആവശ്യമായി വരും. ഉപദേശങ്ങൾ ഉപദേശമാണ് എന്ന് തോന്നാത്ത വിധത്തിൽ കൈമാറ്റം ചെയ്യുന്ന വിധത്തിൽ പെരുമാറലും എല്ലാം ആവശ്യമായി വരും. അപ്പോൾ തർബിയത്ത് എന്നുള്ളത് ഭക്ഷണത്തോടൊപ്പം വസ്ത്രത്തോടൊപ്പം അവർക്കാവശ്യമായ സംസ്കാര മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചുകുട്ടിയെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് യാ ഗുലാം സമ്മില്ല വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലിക്, മോനെ ബിസ്മി ചൊല്ല്, വലത്തത് കൊണ്ട് തിന്ന്, നിന്റെ ഭാഗത്ത് നിന്ന് ഭക്ഷിക്കൂ. ചെറിയൊരു വിഷയമാണ്, പക്ഷെ അവിടെ പോലും ഒരു സംസ്കാരം, ഒരു ശീലം, ഉത്തമമായ ഒരു ശീലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറുകയാണ്. മക്കളോടൊപ്പമുള്ള പെരുമാറ്റത്തിൽ അവരറിയാതെ, മൂല്യത്തെക്കുറിച്ച് ആധുനിക വിദ്യാഭ്യാസം പറയുന്നത് വാല്യൂസ് ആർ നോട്ട് ടു ബി തോട്ട് ബട്ട് ടു ബി കോട്ട് എന്നാണ്. പഠിപ്പിക്കപ്പെടേണ്ടതല്ല മൂല്യങ്ങൾ, സ്വാംശീകരിക്കപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിലൂടെ അവർ പകർത്തുന്ന, കണ്ട് അനുഭവിച്ച് അവരിലേക്ക് പകരേണ്ടതാണ് മൂല്യങ്ങൾ എന്നത്. ആ നിലക്കുള്ള പെരുമാറ്റങ്ങളും ശ്രദ്ധയും മാതാപിതാക്കളിൽ നിന്ന് ആവശ്യമാണ്. പൂർവോപരി പ്രാർത്ഥിക്കുക എന്നത്. എന്തുകൊണ്ട് ഇസ്മായിൽ എന്ന മാതൃകാപരമായ ഒരു മകനുണ്ടായി? കാരണം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ വളർത്തിയത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അതുകൊണ്ടാണ് ഉപ്പയുടെ മുമ്പിൽ ചരിഞ്ഞു കടന്നു കൊടുത്ത് അള്ള എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്തുകൊള്ളൂ എന്ന് പറയുന്ന ഒരു മകനെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. നമ്മളൊക്കെ നമ്മുടെ മക്കൾ ഇസ്മായിലുമാരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇബ്രാഹിമുമാരായി മാറുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് കുട്ടികളെ വളർത്തുന്നിടത്ത് ആവശ്യമായ സംസ്കാരം, ആവശ്യമായ മൂല്യങ്ങൾ ഏറ്റവും ഉത്തമമായ നിലക്ക് അവർക്ക് നൽകാനുള്ള
തർബിയത്ത് അവർക്ക് പകർന്നു നൽകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. രണ്ടാമത് തിരിച്ചും ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട്. അഥവാ ഇണകളിലും സന്തതികളിലും കൺകുളിർമ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ സന്തതികൾ മാതാപിതാക്കൾക്ക് കൺകുളിർമയായി മാറുന്ന വിധത്തിൽ പെരുമാറണം. സത്യവിശ്വാസികളായ സന്തതികൾക്ക് ഈ വിഷയത്തിൽ കുറെ ബാധ്യതയുണ്ട്. എന്റെ ഉപ്പക്ക് എന്റെ ഉമ്മക്ക് ഞാൻ കൺകുളിർമയായി മാറണം. അതിനെന്തു വേണം? ഇസ്ലാമികമായ നിലക്കുള്ള എന്തൊക്കെയാണോ കൽപ്പിക്കപ്പെട്ടത് ആ വിഷയങ്ങളിലെല്ലാം എന്റെ ശ്രദ്ധയും എന്റെ സൂക്ഷ്മതയും ഉണ്ടാകണം. പൂർവികരായ മുഫസ്സിറുകൾ ഈ വിഷയത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു പറയാണ്, യഅ്ബുദൂനക വയുഹ്സിനൂന ഇബാദതിക്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോ എന്താണ് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത്? മക്കളിലൂടെ കൺകുളിർമ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ എന്റെ മക്കൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവരാകണം, അവർ ഏറ്റവും നല്ല വിധത്തിൽ ഇബാദത്ത് ചെയ്യുന്നവരാകണം എന്ന പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ തിരിച്ചു മക്കളും തങ്ങൾ മാതാപിതാക്കൾക്ക് കൺകുളിർമയാകുന്ന വിധത്തിൽ പെരുമാറുക എന്നത്. ഒരിക്കലും തന്നെ അവരോട് ഫലാ തഖുല്ലഹുമാ ഉഫ്, ഛേ എന്നൊരു വാക്ക് പോലും അവരുടെ നേരെ പ്രയോഗിക്കാതെ, വലാ തൻഹർഹുമാ, അവരോട് ഒരിക്കലും നിന്ദിക്കുന്നൊരു സമീപനം വെച്ചു പുലർത്താതെ ഏറ്റവും മാന്യമായ ഒരു പെരുമാറ്റം മക്കൾ എന്നുള്ള നിലക്ക് മാതാപിതാക്കളിലേക്ക് ഉണ്ടാവുക എന്ന്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ വീടിന്റെ സാഹചര്യത്തിൽ സന്തോഷകരമായ ഒരവസ്ഥയുണ്ടായിത്തീരുള്ളൂ. ഇക്രിമ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ അദ്ദേഹം വ്യക്തമാക്കുകയാണ്, എന്താണ് ഇവിടെ ഈ പ്രാർത്ഥന കൊണ്ടുള്ള ഉദ്ദേശം? ലം യുരീദു ബിദാലിക സ്വബാഹതൻ വലാ ജമാലൻ വലാകിൻ അറാദു അൻ യകൂനു മുതഈനീൻ. എന്താണ് ഇങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം? എന്റെ മക്കളിലൂടെ എനിക്ക് ഒരുപാട് സമ്പത്തുണ്ടാകണം, അല്ലെങ്കിൽ സൗന്ദര്യം, അങ്ങനെയുള്ള ആകർഷകമായ ഭൗതികമായ വിഭവങ്ങൾ ഉണ്ടാകണം എന്നതല്ല. അതൊക്കെ ഒരാൾക്ക് ആഗ്രഹിക്കാം. എന്റെ മക്കൾ നല്ല ജോലിയിലേക്ക് എത്തണം, നല്ലൊരു സ്റ്റാറ്റസ്, അവർക്കൊരു നല്ല പ്രൊഫൈൽ ഉണ്ടാകണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഏറ്റവും പ്രധാനം അയ്യകൂനു മുതഈൻ, അവർ ഇതാഅത്തുള്ളവരായി അള്ളാഹുവിനും റസൂലിനും അനുസരണയുള്ളവരായ മക്കളായി എന്റെ മക്കൾ മാറണമേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ സത്ത എന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം മരണശേഷവും ബാക്കിയാകുന്ന ഒരു സമ്പത്താണ് ഈ പറയുന്ന സന്തതികൾ എന്നുള്ളത്. ഇദാ മതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തുൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ഒരാൾ മരിച്ചാൽ ഈ ലോകവുമായുള്ള അയാളുടെ എല്ലാ ബന്ധവും മുറിഞ്ഞു. 3 കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്ന്, അയാൾ നടത്തിയിട്ടുള്ള ജാരിയായ സദഖ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ. 2, ഉപകാരമുള്ള അറിവ്, നേടിയ ഉപകാരമുള്ള അറിവ്. 3, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ. മരണശേഷം മാതാപിതാക്കൾക്ക് വേണ്ടി നമസ്കാര ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഖബർ സിയാറത്തുകൾ നടത്തിക്കൊണ്ടും അല്ലാതെയുമൊക്കെ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കൾ, അത് ജീവിതത്തിൽ റബ്ബ് നമുക്ക് നൽകുന്ന സൗഭാഗ്യമാണ്. മരണശേഷം അങ്ങനെ ഒരു സൗഭാഗ്യം നമുക്കുണ്ടാകണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളെ ആ രൂപത്തിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിത്തീരണം. അതുകൊണ്ട് ഇത് പരസ്പര ബന്ധമുള്ളതാണ്. മക്കൾ കൺകുളിർമയാകാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. മാതാപിതാക്കൾക്ക് കൺകുളിർമയാകത്തക്ക വിധത്തിൽ ഇസ്ലാമികമായ രൂപത്തിലുള്ള ഇതാഅത്തോടുകൂടിയുള്ള നല്ല പെരുമാറ്റം മാതാപിതാക്കളുടെ നേരെ മക്കളിൽ നിന്ന് ഉണ്ടായിത്തീരുകയും ചെയ്യണം. അങ്ങനെ വീട് സമാധാനത്തിന്റെ മസ്കൻ, ശാന്തിയുടെ കേന്ദ്രമായി മാറുക. അതിനുവേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന സത്യവിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ്. ആയത്തിന്റെ 3-ാമത്തെ ഭാഗം എന്താണ്? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ള മാതൃകയാക്കി മാറ്റണമേ എന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചു പറയുന്നത്, അഇമ്മതൻ യുഖ്തദാ ബിനാ ഫിൽ ഖൈർ, നന്മയിൽ മുൻകടക്കുന്ന മാതൃകയായി ജീവിക്കുന്ന ആളുകളാക്കി മാറ്റണമേ. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. വിശ്വാസികളായ റബ്ബിന്റെ സൗഭാഗ്യം ലഭിച്ച ആളുകൾ റബ്ബിന്റെ കൽപ്പന പ്രകാരം നേരായ മാർഗത്തിലായി എന്നതോടൊപ്പം ആ നേർമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ ലമ്മാ സ്വബറു, അത് ഏറ്റവും പ്രധാനമായ ഒരു ഗുണമാണ്. ക്ഷമിക്കുന്നവരായി അവർ മാറി. വകാനൂ ബിആയാതിനാ യൂഖിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു.
ഈ ഗുണം ഉണ്ടാകുമ്പോൾ അള്ളാഹു നമുക്ക് ഇമാമത്ത് നൽകും, നമ്മളെ മാതൃകളാക്കി മാറ്റും. ഇതോടൊപ്പം തന്നെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് എന്താണ് ഇമ്മത്ത് ഇവിടെ നേതാക്കളാക്കി മാറ്റണം, മാതൃകയാക്കി മാറ്റണം എന്ന് പറഞ്ഞത്? ഹുദാത്തുൻ മുഹ്തദീന വദുആത്തുൻ ഇലൽ ഖൈർ, നേർമാർഗം ഉൾക്കൊണ്ട ശരിയുടെ വഴിയിൽ ജീവിക്കുന്നവരും വദുആത്തുൻ ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരുമായിരിക്കണം. ഇത് പ്രധാനമായൊരു ഗുണമാണ്. നമ്മൾ നേർമാർഗത്തിലാകുന്നതോടൊപ്പം ആളുകളെ ഈ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കണം. ഞാൻ നന്നായാൽ മതിയല്ലോ എന്ന തന്റേതായ ഒരു ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നതിലപ്പുറം നമ്മൾ ആസ്വദിക്കുന്ന ഈ ദീനിന്റെ മാധുര്യം, നമ്മൾ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ഇസ്ലാമിന്റെ സൗന്ദര്യം, അത് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ബന്ധുക്കളിലേക്ക്, അയൽക്കാരിലേക്ക്, കൂടെ ജീവിക്കുന്നവരിലേക്കൊക്കെ പകർന്നു കൊടുക്കാനുള്ള ശ്രമമുണ്ടാകണം. അങ്ങനെ ചെയ്യുന്നവനാകണം. അങ്ങനെ പൂർവിക തലമുറകൾ ചെയ്തതുകൊണ്ടാണ് ഈ ദീൻ നമ്മിലേക്ക് എത്താൻ കാരണം. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിച്ചു പോകാതെ ഈ ദീൻ അന്ത്യനാൾ വരെ ലോകത്ത് നിലനിൽക്കണം. അതുകൊണ്ട് ആ മാർഗത്തിലുള്ള ഒരു ദാഇയായിട്ട്, ഒരു പ്രബോധകനാക്കി നീ എന്നെ മാറ്റണമേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അന്തസ്സത്ത എന്ന് പൂർവികരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഏതായിരുന്നാലും നിരന്തരം ഈ പ്രാർത്ഥന നിർവഹിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെന്നതാണ് ഈ ഗുണഗണങ്ങൾ എണ്ണിപ്പറഞ്ഞിടത്ത് 13ാമത്തെ വിശേഷണമായി അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സ്വബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. അവർ ക്ഷമിച്ചു എന്ന കാരണത്താൽ സ്വർഗത്തിലെ പ്രത്യേകമായ ഭവനം, ആ സ്വർഗീയമായ ഭവനം നാം അവർക്ക് നൽകും. മാത്രമല്ല പരസ്പരം അഭിവാദനം നടത്തുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം കൈമാറുന്നവരായിട്ട് അവർ ആ സ്വർഗലോകത്ത് വെച്ച് കണ്ടുമുട്ടുകയും ചെയ്യുമെന്നാണ്. ഇവിടെ ഗുണഗണങ്ങളുടെ എല്ലാം എണ്ണിപ്പറഞ്ഞ ശേഷം അവസാനം പറയുന്നത് ഈ ഗുണങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്നാണ്. ആ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞതിന്റെ കൂടെ പ്രത്യേകം എടുത്തു പറഞ്ഞെന്താണ്? ബിമാ സ്വബറു, അവർ ക്ഷമിച്ച കാരണത്താൽ. നേരത്തെ പറഞ്ഞ 13ഓളം ഗുണങ്ങൾ ജീവിതത്തിൽ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? സ്വബർ എന്ന ഗുണമുണ്ടാകണം. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണമെങ്കിൽ ക്ഷമയുണ്ടാകണം. സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കണമെങ്കിൽ ക്ഷമയുണ്ടാകണം. ലൈംഗികമായ തിന്മയുടെ സാഹചര്യങ്ങൾ മുന്നിലുണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ക്ഷമയുണ്ടാകണം. ഇങ്ങനെ ജീവിതത്തിലെ ഇതുവരെ എണ്ണിപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളിലും അനുബന്ധമായി ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനമായ ഒരു ഗുണമാണ് ക്ഷമ എന്നത്. കുടുംബ ജീവിതത്തിലും അത് വളരെ പ്രധാനമാണ്. മാതാപിതാക്കളോടൊപ്പമുള്ള ജീവിതത്തിൽ, ഇണയോടൊപ്പമുള്ള ജീവിതത്തിൽ, മക്കളോടൊപ്പമുള്ള ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് സ്വബർ എന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പരിസമാപ്തിയായി റബ്ബ് പറയുന്നു, ക്ഷമിച്ച കാരണത്താൽ ആ സ്വർഗീയ ഭവനം തീർച്ചയായും നാം അവർക്ക് നൽകുന്നതാണ്. അവിടെ വെച്ച് പ്രത്യഭിവാദ്യങ്ങൾ നടത്തുന്നവരായി, സലാം കൈമാറുന്നവരായി അവരുണ്ടാകും. ഖാലിദീന ഫീഹാ ഹസുനത്ത് മുസ്തഖറം വ മുഖാമ, മരണമില്ലാത്ത സ്വർഗീയ ലോകത്ത് അവർ ശാശ്വതവാസികളായിരിക്കും. ഏറ്റവും നല്ല ചെന്നെത്തുന്ന സ്ഥലവും താമസ സ്ഥലവുമാണത്. അള്ളാഹു ആ സ്വർഗീയ സൗഭാഗ്യം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഖുർആനും സുന്നത്തും നടപ്പാക്കി സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൺമുമ്പിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഏറെ നിലനിൽക്കുന്ന, വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. റഹ്മാനായ നാഥന്റെ കഴിവുകളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ദൃഷ്ടാന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ പിടിച്ചുലക്കിക്കൊണ്ടിരിക്കുന്ന, ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന അഗ്നി നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ പ്രകടമാകുന്ന സന്ദർഭത്തിൽ വിശ്വാസികൾ അതിനെ എങ്ങനെ സമീപിക്കണമെന്നത് ഇസ്ലാം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, സ്വന്തം ദൗർബല്യം തിരിച്ചറിയുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ 4-ാമത്തെ അധ്യായം 28-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ഏറ്റവും ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് വിമാനങ്ങൾക്ക് ഒന്നിച്ച് പറന്ന് താഴ്ന്ന് നിൽക്കാനുള്ള
വലിപ്പമുള്ള അതിവിശാലമായ കപ്പലുകൾ സ്വന്തമായുള്ളൊരു രാജ്യം, ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങളെയും സൂക്ഷ്മദൃക്കുകളായി വീക്ഷിക്കാനുള്ള ആധുനിക ടെക്നോളജി സ്വന്തമായുള്ള ഒരു രാജ്യം, അവിടെയുള്ള 40-ലേറെ വരുന്ന ശതകോടീശ്വരന്മാർ ജീവിച്ചിരുന്ന ഒരു സ്ഥലം ചാമ്പലായി മാറിയപ്പോൾ ലോക പോലീസായിക്കൊണ്ട് ലോകത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു രാജ്യത്തിന് ഇന്നൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി നമുക്ക് നൽകുന്ന പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം മനുഷ്യൻ ഏറ്റവും ദുർബലനാണ് എന്നതാണ്. രണ്ടാമത്തേത്, ഈ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം ആരെന്തു പറഞ്ഞാലും ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിലാണുള്ളത്. അത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ 100 കണക്കിന് വരുന്ന ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. പടച്ചവന്റെ തീരുമാനത്തിനും അവന്റെ നിയന്ത്രണത്തിനുമല്ലാതെ ഒരു കാര്യവും ഇവിടെ സംഭവിക്കുകയില്ല എന്നുള്ളത്. അത് കൃത്യമായി ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വരുമ്പോഴും കൂടുതൽ കൂടുതൽ ഈമാൻ കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ മുഅ്മിനുകൾക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? ഏറ്റവും പ്രധാനമായി ഒന്ന്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിസ്മരിക്കാതിരിക്കുക എന്നാണ്. കാരണം റബ്ബിന്റെ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചാൽ പല വിധത്തിൽ ശിക്ഷകൾ നൽകും എന്നത് അള്ളാഹു ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. സൂറത്ത് അഅറാഫ് 10-ാമത്തെ വചനത്തിൽ വലഖദ് മക്കന്നാകും ഫിൽ അർള് വജഅൽനാ ലക്കും ഫീഹാ മആയിഷ് ഖലീലൻ മാ തശ്കുറൂൻ. ഈ ഭൂമിയിൽ നാം നിങ്ങൾക്ക് വളരെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. ഉപജീവനത്തിന്റെ എല്ലാ മാർഗങ്ങളും റബ്ബ് നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. വളരെ അർത്ഥവത്തായ വചനാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പടച്ചോൻ സൗകര്യം ചെയ്തു തന്നിട്ടും ഖലീലൻ മാ തശ്കുറൂൻ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കാം. നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കൂ, എന്നോട് നന്ദി കേട് കാണിക്കരുത്. റബ്ബിന്റെ താക്കീതാണ്. രണ്ടാമത്തേത്, നന്ദി കാണിക്കുന്നവരെ റബ്ബ് ശിക്ഷിക്കയില്ല എന്നുള്ളതാണ്. അത് പടച്ചവന്റെ ഒരു വാഗ്ദാനമാണ്. അള്ളാഹു പറയുന്നു 4-ാമത്തെ അധ്യായം 147-ാമത്തെ വചനത്തിൽ, മാ യഫ്അലുല്ലാഹു ബിഅദാബിക്. നിങ്ങൾക്ക് അദാബ് ഇറക്കിയിട്ട് അള്ളാഹ്ക്ക് എന്ത് കാര്യം? ഇൻ ശക്കർത്തും, നിങ്ങൾ നന്ദി കാണിക്കുന്നവരാണെങ്കിൽ. നന്ദി കാണിക്കുന്ന നിങ്ങളെ ശിക്ഷിക്കേണ്ട ആവശ്യം എന്താ റബ്ബിനുള്ളത്? ഇൻ ശക്കർത്തും വ ആമൻതും. 2 കാര്യമാണ്. ഒന്ന് ശുക്ർ, 2 ഈമാൻ. ശുക്റും ഈമാനും നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ശിക്ഷിക്കേണ്ടുന്ന കാര്യം എന്താണുള്ളത്? വകാനല്ലാഹു ശാകിറൻ അലീമ. അള്ളാഹു അങ്ങേയറ്റം നന്ദിയുള്ളവനും അള്ളാഹു അങ്ങേയറ്റം അറിവുള്ളവനാണ്. അതുകൊണ്ട് വെറുതെ പടച്ചോൻ ശിക്ഷിക്കൂല. മൂന്നാമതൊരു കാര്യം, ദുരന്തങ്ങളുടെ കാരണം എന്ത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇത് പറയുമ്പോൾ ചിലർ നമ്മളോട് പറയും, പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, അമേരിക്കയിൽ ഉണ്ടായത് നിങ്ങൾ പറയുന്ന അള്ളാഹുവിന്റെ ശിക്ഷയാണെങ്കിൽ തുർക്കിയിൽ ഭൂകമ്പം അത് അള്ളാഹിന്റെ ശിക്ഷയല്ലേ? വയനാട്ടിലുണ്ടായത് അള്ളാഹിന്റെ ശിക്ഷയല്ലേ? ഈ ലോകത്ത് എന്ത് ദുരന്തങ്ങളുണ്ടെങ്കിലും അത് റബ്ബിന്റെ ശിക്ഷയാണ്, അല്ലെങ്കിൽ റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന് വിശ്വസിക്കേണ്ടുന്നവനാണ് സത്യവിശ്വാസി. അത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തേണ്ടതാണ്. അത് തുർക്കിയിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, പാകിസ്ഥാനിലാകട്ടെ, എവിടെയാണെങ്കിലും മുഅ്മിൻ ആ വിഷയത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ. കാരണം അള്ളാഹു ദുരന്തങ്ങളുടെ കാരണമായിട്ട് സൂറത്തു അൻകബൂത്തിൽ പറയുന്നത് ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, അവരൊക്കെ അവരുടെ പാപങ്ങൾ കാരണം നാം പിടികൂടിയിട്ടുണ്ടെന്നാണ്. ആ പിടികൂടിയ രൂപം അള്ളാഹു വിശദീകരിക്കുന്ന ആയത്തിൽ ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ വമിൻഹും മൻ അഖദതുഹു സ്വൈഹതു വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള് വമിൻഹും മൻ അഗ്റഖ്നാ. എങ്ങനെയൊക്കെ ഉണ്ട് അവരെ പിടികൂടിയത്? അവരിൽ ചിലരെ അവരിലേക്ക് ധൃതിയിൽ കാറ്റുകൾ അയച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഘോര ശബ്ദം അയച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഭൂമി പിളർത്തിയിട്ട് ചിലരെ വെള്ളത്തിൽ മുക്കിക്കൊന്നിട്ട് ഇങ്ങനെയൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അല്ലാഹു ഒരിക്കലും മനുഷ്യരോട് അക്രമം കാണിച്ചതല്ല, മനുഷ്യൻ സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ റബ്ബിനെ നിഷേധിക്കുന്ന, റബ്ബിന്റെ മതത്തെ തള്ളിക്കളയുന്ന, കളവാക്കുന്ന, പൈശാചികതകളെ പിന്തുടരുന്ന ഒരവസ്ഥ വന്നാൽ ഏത് ഘട്ടത്തിലും ഏത് ശക്തനും പടച്ചവൻ അവനെ ശിക്ഷകൾ നൽകി പരീക്ഷിക്കും എന്നത് അള്ളാഹു ഖുർആനിലൂടെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ മുഅ്മിനുകൾക്ക് സ്വീകരിക്കാനുള്ള നിലപാട് കൂടുതൽ വിനയമുള്ളവരാവുകയും ജീവിതത്തിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക എന്നതാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്, കാന ഫിൽ അർളി അമാനാത്തിൻ മിൻ അദാബില്ലാ. ഈ ഭൂമിയിലേക്ക് ശിക്ഷ ഇറങ്ങാതിരിക്കാനുള്ള അള്ളാന്റെ 2 സംരക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലോകത്ത് നിലനിന്ന പടച്ചോന്റെ 2 കാവലുകൾ. ഫറുഫി അഹദുഹുമാ ഫദൂനകുമുൽ ആഖർ. അള്ളാഹുവിന്റെ ആ 2 കാവലുകളിൽ ഒന്ന് ഉയർത്തപ്പെട്ടു, രണ്ടാമത്തേത് നിങ്ങളുടെ കൂടെയുള്ളൂ. ഫതമസ്സകൂ ബിഹി. അതുകൊണ്ട് നിങ്ങൾ അത് ആ രണ്ടാമത്തേനെ മുറുകെ പിടിക്കണം. അമ്മൽ മർഫൂ ഫറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ ലോകത്ത് ശിക്ഷ ഇറങ്ങാതിരിക്കാനുള്ള അള്ളാഹുവിന്റെ കാവലിൽപ്പെട്ട ഒന്നാമത്തേതാ റസൂലാണ്. കാരണം അള്ളാഹ് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നിങ്ങളുള്ള ഒരു സമൂഹത്തിൽ നാം ശിക്ഷ ഇറക്കൂല. അള്ളാഹിന്റെ റസൂൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് പടച്ചോന്റെ അദാബ് വരൂല എന്നുള്ളത് റബ്ബിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ആ റസൂൽ മരണപ്പെട്ടു. ഒന്നാമത്തെ നമ്മുടെ അമാനത്ത് സുരക്ഷിതത്വം പോയി. എന്നാൽ രണ്ടാമത്തേത് ബാക്കിയുണ്ട്. വഅമ്മൽ ബാഖി മിൻഹുമാ ഫൽഇസ്തിഗ്ഫാർ. രണ്ടാമത്തേതാണ് ഇസ്തിഗ്ഫാറാണ്. കാരണം സൂറത്ത് അൻഫാലിലെ 33-ാമത്തെ ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കെ നാം ഒരിക്കലും അവരെ ശിക്ഷിക്കയില്ല. പാപമോചന പ്രാർത്ഥന, അസ്തഗ്ഫിറുള്ള പറയൽ അധികരിപ്പിക്കലാണ് അള്ളാഹുവിന്റെ ശിക്ഷ വരാതിരിക്കാനുള്ള സുരക്ഷിതം, അതിനുള്ള മാർഗം എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലല്ലേ, ഇവിടെ സുരക്ഷിതമല്ലേ എന്നീ ഭൂമിയുടെ പ്രതലത്തിൽ ഒരിടത്തും വെച്ചും നമുക്ക് ചിന്തിക്കാവുന്നതല്ല. അങ്ങനെയല്ല അവസ്ഥ. ഏത് സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ കണ്ടതാണ്. ഒരു ഗ്രാമ് പോലും ഭാരമില്ലാത്ത, മൊത്തം കൂട്ടിയാൽ ഒരു ഗ്രാമ് പോലും ഭാരമില്ലാത്ത, കണ്ണുകൊണ്ട് കാണാത്ത ഒരു കൊച്ചു വസ്തുവിനെ കൊണ്ടാണ് 2 കൊല്ലക്കാലത്തോളം അള്ളാഹു നമ്മളെ പിടിച്ചു വെച്ചത്. കോവിഡ് നമ്മൾ കണ്ടതാണ്. അത്ര ദുർബലരാണ് നമ്മൾ. അതുകൊണ്ട് ഓരോന്നും ഓരോ അനുഭവം നമുക്ക് പാഠങ്ങൾ നൽകുക. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള വാർത്തകളെ സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ചെയ്യുന്നവരാകരുത്. AI-യുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ആർക്കും എന്തും നിർമ്മിച്ചെടുക്കാൻ പറ്റും. അതിനുള്ള സാങ്കേതിക വിദ്യ വശമുള്ള ആളുകൾ. അതുകൊണ്ട് എല്ലാം ഫോർവേഡ് ചെയ്തിട്ട് അതിലൊക്കെ കമന്റുകൾ ഇട്ടിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം എത്താൻ പാടില്ല. വാർത്തകളെ പ്രചരിപ്പിക്കുന്നിടത്ത് ശ്രദ്ധയുണ്ടാകണം. മുൻപുള്ള ഖുതുബകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ച പലസ്തീനിന്റെ മണ്ണിൽ ചില പ്രതീക്ഷകൾ, അവിടെയുള്ള വെടിനിർത്തലിനുള്ള സാധ്യതകൾ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, ജൂതരെ സംബന്ധിച്ചിടത്തോളം ഒളി അടജണ്ടകൾ എക്കാലത്തും ഉണ്ടാകും എന്നും വാഗ്ദാന ലംഘനത്തിന്റെ നിലപാടാണ് അവരുടേത്. പക്ഷേ ഏത് കാര്യത്തിലും കാര്യങ്ങൾ നിർണ്ണയിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബിനോടുള്ള നമ്മുടെ പ്രാർത്ഥന, അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിലനിർത്തുക എന്നതാണ് ആ വിഷയത്തിലും നമുക്ക് നിർവഹിക്കാനുള്ളത്. റഹ്മാനായ നാഥൻ സത്യവിശ്വാസികളിൽ ഉണ്ടാകണമെന്ന് അള്ളാഹു കൽപ്പിച്ച എല്ലാ മഹൽ ഗുണങ്ങളും ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് ഈമാനും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചുപോയ എല്ലാവിധ പാപങ്ങളും അള്ളാഹു നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. നിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രബോധന മാർഗത്തിൽ ശക്തമായി നിലകൊള്ളാൻ നീ ഞങ്ങൾക്ക് ഇൽമും ഈമാനും ഹിദായത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സന്തതികൾ, കുടുംബങ്ങൾ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم لا تدع ذنبا إلا غفرته ولا مرضا إلا شفيته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله